I waited for the day my heart would choose. I waited for the one my soul would embrace. I waited through the night, holding on tight. I waited for your hand to lead me to light. You are more than just a dream come true, a proof of what His love can do. With every breath, with all I say, I thank the Lord I waited for this day. I waited for your peace to calm my heart. I waited for the call to make a new start. I waited for the grace that only you give. I waited to love, to live and to forgive. You are more than just a dream come true, a proof of what His love can do. With every breath, with all I say, I thank the Lord I waited for this day. I waited for this love that stands so true. I waited for the chance to say I do. I waited for the gift from heaven and earth. I waited for a life filled with your love. You are more than just a dream come true, proof of what His love can do. With every breath. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കും സമാധാനം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. തൂബത്തിന്റെ പുസ്തകത്തിലുള്ള വായന 4-ാം അധ്യായം 5 വാക്യങ്ങൾ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ വരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നിർദ്ദിഷ്ടമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവർത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേയുള്ളൂവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്നാൽ
ദാനധർമ്മം മൃത്യുവിൽ നിന്നും രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. ആദിയിൽ മനുഷ്യനെ പുരുഷൻ സ്ത്രീയെ സൃഷ്ടിക്കുകയും പരസ്പരം ഇണയും തുണയുമായ കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി അനുഗ്രഹിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് വിവാഹം എന്ന പരിശുദ്ധ കൂദാശ സ്വീകരിച്ച് കുടുംബജീവിതം ആരംഭിക്കുവാൻ തയ്യാറായി പുറപ്പെടുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മകനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിറയ്ക്കണമേ. പരസ്പര വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ ജീവിത പങ്കാളിയോടൊത്ത് പങ്കുവെച്ച് സമാധാനപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തെ പോലെ ഇവരുടെ കുടുംബവും ആയിത്തീരുവാൻ തിരുക്കുമാരോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര എന്നേക്കും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദത്തഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. We set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. It on.
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാലും തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തെ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയ
ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയൈക്യത്തിൽ ജീവിക്കാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനതയെയും പൃഥകൃതത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. രാജപുത്രനെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്ങി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവൾ ഉല്ലാസഭരിതനായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ എന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായി മുന്തിരിവള്ളി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈതമുളകൾ പോലെയായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സഖ്യയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതകാലം മുഴുവൻ യെരൂശലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിട വരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോടി നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കുക. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളിച്ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായി തീരട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിയിടുവിൻ, സർവരുമൊന്നാ പാടിയിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാ സർവേശാ, പരിപാവനാ
നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവേൻ. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 33 വരെ വചനങ്ങൾ കർത്താവെ ആശ്രയിക്കുന്നു. മിശിഹ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവേൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവേൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളുടെ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിടട്ടെ. മറ്റു മനോഗ്രഹ പൂരിത കവിത പൂലിതപോലെന്നാവിപ്പോ താതനും അതുപോലും സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ.
കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസ്യർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ അവരോട് മറുപടി പറഞ്ഞു, മൂശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മൂശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. ഇവർ ഒരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന നെൽവിൻ മരിയാമോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിശുദ്ധ സുവിശേഷത്തെ തൊട്ടുകൊണ്ട് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാം എന്ന പ്രതിജ്ഞയെടുത്ത് ഒരു ക്രൈസ്തവ കുടുംബ ജീവിതത്തിന് രൂപം നൽകുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും നിങ്ങളെ ഓരോരുത്തരുടെയും നാമത്തിൽ നെൽവിനും മരിയാമോൾക്കും വിവാഹ ജീവിതത്തിൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാനേറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. കുടുംബ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ദൈവം സാക്ഷാത്കരിക്കട്ടെ എന്ന ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് പ്രപഞ്ച സൃഷ്ടി നടത്തിയതിനെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ സൃഷ്ടിക്കും രൂപം നൽകിയതിന് ശേഷം അന്ന് വൈകുന്നേരമാകുമ്പോൾ താൻ സൃഷ്ടിച്ച സൃഷ്ടിയെ നോക്കി ദൈവം പറഞ്ഞു, മനോഹരമായിരിക്കുന്നു. എന്നാൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ഏറെ പ്രതീക്ഷയോടെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം വലിയ ആകാംക്ഷയോടെ ദൈവം ഈ ആദ്യ മനുഷ്യനെ നോക്കിയപ്പോൾ അവൻ വളരെയധികം ദുഃഖിതനായിരിക്കുന്നത് ദൈവം കണ്ടു. അവൻ്റെ ദുഃഖത്തിന് കാരണം അവൻ്റെ ഏകാന്തതയാണ് എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ആദ്യ മനുഷ്യനിൽ നിന്ന് ആദ്യത്തെ സ്ത്രീക്ക് രൂപം നൽകി ആദ്യത്തെ കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ദൈവം ഓരോ കുടുംബ ജീവിതത്തിനും രൂപം നൽകുകയാണ്. ഈ ആദ്യ മനുഷ്യൻ ആദ്യ സ്ത്രീയെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകൾ ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രേമവാക്യമാണ്. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ എൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ തന്നെയാകുന്നു. അത്രമാത്രം ഗാഢമായ ബന്ധത്തിലേക്കാണ് കുടുംബ ജീവിതത്തിൽ പുരുഷനും സ്ത്രീയും വിളിക്കപ്പെടുന്നത് എന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഫരിസേയരും നിയമജ്ഞരുമെല്ലാം ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ അതിന് മറുപടി നൽകിയത് വളരെ ശ്രദ്ധേയമാണ്. അസന്നിഗ്ധമായിട്ടാണ് പറഞ്ഞത്, അവർ രണ്ടല്ല, ഒറ്റ ശരീരമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചതിനെ വേർപെടുത്താൻ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. ഇത് സൂചിപ്പിക്കുന്നത് ഈ കുടുംബജീവിതത്തിന്റെ വലിയ ഒരു അടിത്തറ എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ക്രിസ്തു എങ്ങനെയാണ് തന്റെ സഭയെ സ്നേഹിച്ചത് എന്ന് നമ്മുടെ ലേഖന ഭാഗത്ത് ശ്രവിക്കുകയുണ്ടായി. തന്റെ അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞാണ് ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ചത്. എന്ന് പറഞ്ഞാൽ
തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ത്യാഗനിർഭരമായ ജീവിതം നയിക്കുന്നവരാണ് കുടുംബ ജീവിതത്തിൽ വിജയിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളിയുടെ താല്പര്യങ്ങൾക്ക്, സന്തോഷങ്ങൾക്ക് മുൻതൂക്കം നൽകുമ്പോൾ എൻ്റെ ചില സ്വാർത്ഥതകളെ, താല്പര്യങ്ങളെ ഞാൻ വേണ്ടെന്ന് വയ്ക്കും. അതിൻ്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇനി മുതൽ നിങ്ങളെ ജീവിത പങ്കാളികൾ എന്നാണ് വിളിക്കുന്നത്. ശരീരം മാത്രമല്ല, മനസ്സും പങ്കുവയ്ക്കുന്നിടത്താണ് കുടുംബജീവിതം വിജയിക്കുന്നത്. ശരീരം പങ്കുവയ്ക്കാൻ എളുപ്പമാണ്, മനസ്സ് പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ ചില സ്വാർത്ഥതകളെ, താല്പര്യങ്ങളെ എനിക്ക് വേണ്ടെന്ന് വയ്ക്കുന്നിടത്തെ എൻ്റെ മനസ്സ് എൻ്റെ ജീവിത പങ്കാളിയുമായി പങ്കുവയ്ക്കാൻ കഴിയും. നെൽവിനെയും മരിയാമോളോടും ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്, ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ മനസ്സിന്റെ പങ്കുവയ്ക്കലാണ്. ഇനി മുതൽ ഞാൻ എന്ന പദമില്ല, നമ്മൾ എന്ന പദമേ നിങ്ങൾക്കുള്ളൂ. ഏത് സന്തോഷമാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അത് പരസ്പരം പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ, ജീവിതത്തിന്റെ വേദനകളിൽ, പരാജയങ്ങളിൽ, രോഗങ്ങളിൽ കൂടെ നിൽക്കണം. അതാണ് ഓരോ ഭർത്താവിന്റെയും ഭാര്യയുടെയും കടമയെന്ന് പറയുന്നത്. കുടുംബ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതികൾ അവരുടെ വിവാഹം വാർഷികം 50 വർഷത്തെ സുവർണ ജൂബിലി ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. അവര് അന്നേ ദിവസം രാവിലെ ദേവാലയത്തിൽ വന്ന് ദൈവത്തിന് ബലിയർപ്പിച്ച് നന്ദി പറയാമെന്ന് കരുതി രണ്ടുപേരും കൂടെ ദേവാലയത്തിൽ വന്നു. നമുക്കറിയാം 50 വർഷം എന്ന് പറയുമ്പോൾ 75-76 വയസ്സ് പ്രായമുണ്ട്. രണ്ടുപേരും ദേവാലയത്തിൽ വന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ കുമ്പസാരക്കൂട്ടിൽ വികാരീച്ചനുണ്ട്. അപ്പം എന്നാൽ കുമ്പസാരിച്ചിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം എന്ന് കരുതി ഏറ്റവും ആദ്യം കുമ്പസാരിക്കാൻ പോയത് ഭാര്യയാണ്. ഭാര്യയുടെ കുമ്പസാരം കഴിഞ്ഞ് ഭർത്താവ് കുമ്പസാരക്കൂട്ടിൽ ചെന്നു. അദ്ദേഹം തൻ്റെ കുമ്പസാരമെല്ലാം കഴിഞ്ഞ് കുമ്പസാരക്കൂട്ടിൽ വെച്ച് അച്ഛനോട് ചോദിച്ചു, അച്ഛ, ഇതിന് തൊട്ട് മുൻപ് കുമ്പസാരിച്ചത് എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയ്ക്ക് അച്ഛൻ കൊടുത്ത പ്രായശ്ചിത്തം ഏതാണ്? അച്ഛനെ ഒന്ന് ഞെട്ടി. ഒരിക്കലും ആരും ചോദിക്കാത്ത ഒരു ചോദ്യം. അച്ഛൻ പറഞ്ഞു, ഇത് കുമ്പസാര രഹസ്യമല്ലേ, അതെങ്ങനെയാണ് ഞാനത് വെളിപ്പെടുത്തുന്നത്? അതുകൊണ്ട് സാരമില്ല, ചേട്ടൻ്റെ കുമ്പസാരം കഴിഞ്ഞ് തിരിച്ച് പോകുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ച് വിട്ടു. കുമ്പസാരം കഴിഞ്ഞ് കുർബാനയെല്ലാം കഴിഞ്ഞ് അച്ഛന് മനസ്സിലൊരു എന്താണ് ഇങ്ങനെ ഇദ്ദേഹം പെരുമാറിയത്. ഏതായാലും മുറിയിലേക്ക് ഈ ഭർത്താവ് അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ചേട്ടൻ തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത പ്രായശ്ചിത്തത്തെക്കുറിച്ച് ചോദിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, 2 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഭാര്യയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയതാണ്. അച്ഛൻ പറഞ്ഞ പ്രായശ്ചിത്തം അവൾ കേട്ടിട്ടില്ല. അതറിയുകയാണെങ്കിൽ ആ പ്രായശ്ചിത്തം ചെയ്യാം എന്ന് കരുതിയാണ് ഞാൻ ചോദിച്ചത്. നെൽബിൻ മരിയാമോൾ, ഇതാണ് ദാമ്പത്യം. ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കാൻ എളുപ്പമാണ്. ആർക്കാണ് സാധിക്കാത്തത്? പ്രായമാകുമ്പോൾ, രോഗിയാകുമ്പോൾ, അതല്ലെങ്കിൽ വേദനയുടെ ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ഭർത്താവ്, കൂടെ നിൽക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ. ഈ ഒരു തിരിച്ചറിവ് തുടക്കം മുതലേ നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ 2 വ്യക്തികളാണ്, 2 ശരീരങ്ങളാണ്, 2 മനസ്സുകളാണ്, 2 കാഴ്ചപ്പാടുകളാണ്. വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങൾ 2 പേരും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അലോസരങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ എന്തെല്ലാം അലോസരങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിക്കുവാൻ നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹത്തിന് സാധിക്കണം. കാരണം
നിങ്ങളെ ഒന്നിപ്പിച്ചത് ഏറ്റവും വലിയ സ്നേഹമായ ദൈവമാണ്. ആ ദൈവത്തെ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടുപിടിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. ജീവിതത്തിൽ എന്തെല്ലാം തിരക്കുകൾ വന്നാലും ഓരോ ദിവസവും ആ ദിനത്തിന്റെ അന്ത്യത്തിൽ ഭാര്യാഭർത്താക്കന്മാരായി നിങ്ങൾ ഒരുമിച്ചിരുന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അന്നേ ദിവസം നൽകിയ അനുഗ്രഹങ്ങളെ കണ്ണു തുറന്ന് കാണുകയും ദൈവത്തിന് നന്ദി പറയുകയും അതോടൊപ്പം വാക്കാലും പ്രവൃത്തിയാലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളും പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് ആ വലിയ സ്നേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹക്കുറവിനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവുക. അങ്ങനെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ ജീവിതയാത്ര മുൻപോട്ട് നടത്തൂ. അങ്ങനെ നടത്തുമ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. നേരെ മറിച്ചാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഏറ്റവും നിസ്സാരമായവയ്ക്കും സാധിക്കും എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഞാൻ ഈ അവസരത്തിൽ നെൽവിന്റെയും മരിയാമോളുടെയും മാതാപിതാക്കളെ അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയ മക്കളെ ദൈവ ശിക്ഷണത്തിൽ വളർത്തി ഇന്ന് വിവാഹമെന്ന പരിശുദ്ധമായ കൂദാശ സ്വീകരിക്കുവാൻ ഈ ദേവാലയത്തിൽ സമർപ്പിച്ച നിങ്ങളുടെ ത്യാഗത്തെ ഞാൻ ഈ അവസരത്തിലെ നന്ദിയോടുകൂടി ഓർക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 26-27 വർഷം മുൻപുള്ള ബന്ധമാണ് നെൽവിൻ്റെ കുടുംബവുമായി. ഞാൻ അവിടെ വികാരിയായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ണി എന്ന് പറയുന്ന ഈ നെൽവിൻ തീരെ ഉണ്ണിയായിരുന്നു. എൻ്റെ തോളിൽ പല സന്ദർഭങ്ങളിലും ഞാൻ എടുത്തുകൊണ്ട് നടന്ന ഒരു കൊച്ചു കുഞ്ഞായിരുന്നു ഉണ്ണി. ഇന്ന് വളർന്ന് വിവാഹപ്രായമായി അദ്ദേഹത്തിൻ്റെ വിവാഹ അവസരത്തിൽ പങ്കുചേരുവാൻ സാധിച്ചൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഉണ്ണിയുടെ പിതാവ് രാരി എൻ്റെ കൈക്കാരനായിരുന്നു. വളരെ അഭേദ്യമായ ബന്ധം ഇന്നും എനിക്ക് ഈ കുടുംബത്തോടുണ്ട്. ഇന്നും സജീവമായി ആ ബന്ധം സൂക്ഷിക്കുന്നു. അതുപോലെ ഇവിടെ എൻ്റെ മുമ്പിലൂടെ ഇരിക്കുമ്പോൾ ഈ മലബാറിൽ നിന്ന് വന്ന പല മുഖങ്ങളും കാണുമ്പോൾ ആ പഴയ ഓർമ്മയിലേക്ക്, നല്ല ഓർമ്മയിലേക്ക് എൻ്റെ മനസ്സ് പോവുകയാണ്. തീർച്ചയായും ദൈവം നിങ്ങളുടെ രണ്ട് കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ, കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കുടുംബ ജീവിതത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടും കൂടി വിവാഹമെന്ന കുദാശ ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ വധുവരന്മാരുടെ മേൽക്കൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർവമായ ജീവിതം നയിക്കാൻ ദൈവജനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെ ക്ഷണിക്കുന്ന മിശിഹായി, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുദ്ധനെ പങ്കുവരാക്കുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായി, പരസ്പര വിശ്വാസത്തോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരുടെ അനുഗ്രഹിച്ച മിശിഹായി, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചു ദിവസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനയ്ക്കെതിരായി ജീവിക്കാൻ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലകയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതം, അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനം ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിച്ച പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനം
അങ്ങയുടെ ജീവിതത്തിൽ ഉപകരിക്കുകയും ദൈവമായ ഞങ്ങളെ പ്രസാദിക്കുകയും ചെയ്യണമെന്ന് ദാനം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നാമോരത്തിലെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരി, ഈ വധുവന്മാർ വിവാഹം എന്ന കൂദാശയിൽ ബന്ധിരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടും പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സ്തുതിയോടും കൂടി നിയമാനുമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവര സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയപുത്രി ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇത തിരുമണവാളൻ മണവറയിൽ നയിച്ചല്ലോ. ശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേകി, ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി വധൂവരന്മാർ മറുപടി പറയേണ്ടതാണ്. നെൽവിൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മരിയാമോളെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരിയാമോൾ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ നെൽബിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. വധൂവരന്മാർ, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. ക്ഷയിക്കാൻ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടിയുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താലിവഞ്ചിരിപ്പ്. കുരിശുമരണം വഴിയെ തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസത്തിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രരായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ
വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരം വെഞ്ചിരിപ്പ്. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മന്ത്രകൂടി വെഞ്ചിരിപ്പ്. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, സ്നേഹത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർക്ക കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദി അർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ പാവകം നേരുന്നിതാ പാവകം നേരുന്നിതാ. രണ്ടുപേരും വലതുകരം വിശുദ്ധ ഗ്രന്ഥത്തിൽ വെച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവേ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായി മിശിഹായി എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥി അവിടുന്ന് നിങ്ങളിൽ ചിരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ.
ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായുജ്യ നിമിഷം അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം അനവധി സുന്ദര നിമിഷം ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായുജ്യ നിമിഷം അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം അനവധി സുന്ദര നിമിഷം ഞാനാണ് ജീവന്റെ അപ്പമെന്നോതി എന്നീശോ അണയും നിമിഷം ഞാനാണ് ജീവന്റെ അപ്പമെന്നോതി എന്നീശോ അണയും നിമിഷം പാപിയമിൻ കൊച്ചു ഹൃദയത്തിൽ വന്നു വാഴുവാനണയുന്ന നിമിഷം പാപിയമിൻ കൊച്ചു ഹൃദയത്തിൽ വന്നു വാഴുവാനണയുന്ന നിമിഷം വർണ്ണിക്കാനാവാത്ത നിമിഷം ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായുജ്യ നിമിഷം അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം അനവധി സുന്ദര നിമിഷം ഹൃദയത്തിൽ വന്നിന്നെ കരുണാദ്ര സ്നേഹത്താൽ പുൽകിത്തലോടുന്ന നിമിഷം ഹൃദയത്തിൽ വന്നിന്നെ കരുണാദ്ര സ്നേഹത്താൽ പുൽകിത്തലോടുന്ന നിമിഷം അറിയാതെ ചിത്തം സ്തുതിഗീതമാലപിച്ചെല്ലാം മറക്കുന്ന നിമിഷം അറിയാതെ കൊച്ചു ഹൃദയത്തിൽ വന്നു പാപിയമണയുന്ന നിമിഷം ദിവ്യ സ്നേഹത്തിൻ നിമിഷം ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായുജ്യ നിമിഷം അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം അനവധി സുന്ദര നിമിഷം പരിശുദ്ധാലമാന കൃപാദാസ് ദീർഘം പരിശുദ്ധ ജീവിതായിക ദൈവികമായ രചനയെ സമീപിച്ച് ഇവ പങ്കുളിയോരക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവാദ്യത്തിന് സ്ത്രീകളെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അവേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ.
ഈ ദമ്പതിമാരനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തെ നായകനായ മാർ യോസേഫിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മങ്ങളിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും സ്വസ്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശുഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയും പ്രീതികരവുമായി സജീവമായി ബലി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തനാക്കട്ടെ. സന്താന സൗഭാഗ്യങ്ങൾ നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശയവും പ്രതീക്ഷയും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി സുഹൃത്തുക്കളെയും ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Bye.
ലാല ആൽമി ബറുമാറിയം ആമേ വാമേ ബറുമാറിയം Dalahavam seahid kol Udavra udruhad kulisha Nahtaleikon Ubaisha ulevhon Lala സായിപ്പ് മാതാമി നിങ്ങളൊന്ന് കേട്ടുകൊള്ളുക. അത് ഒരുപക്ഷേ നമ്മുടെ അതിരൂപതയിലെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് പിന്നീട് അതൊരു ആന്തമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കേട്ടുകൊള്ളുക. Once upon a godly time, Christian era 345. Tread a clan of chosen ones, tribe of Judah, Canaanites. Gazing upon God's own land, set on sail for Crananor. Landed on in Kodungalore, Naitoma entourage. On his side is Mar Yusuf, Priests and deacons beside, families of Judah fame, families of Judah fame. Altogether 72. mighty throne of Jeroboam, Perumal gave them warm welcome. Royal meets the royalty, buoyed by their dignity. Land was given free of tax to reign in there for days on end. Pouring over privileges, over and above everyone. 72 of them galore. Naitoma starts to reign. Lifting up the fallen faith and fervor of the native land. Brought the church to fruition through faith and morals of the yore. Restituted estranged tribes that left the king for Sri Lanka. Folklore has it sung by all, laurels of the chosen ones. Dream of blessed Marmakil, planted by St. Pius X, Sacred Heart, our own patron, showering. ഇത് നമ്മളുടെ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപക്ഷേ കാനായക്കാരുടെ ഇനിയുള്ള കാലങ്ങളിൽ ആന്തം ആയിട്ട് നമ്മളുടെ മലയാളം പാട്ട് പോലെ പോരുമോ നാമെല്ലാം അത് മലയാളം ഇതതുപോലല്ല. ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപക്ഷേ എല്ലാ രാജ്യങ്ങളിലും അത് പാടപ്പെടും. Smiles were shining, hearts were bright. You walked in and lit the night. In your eyes I saw God's grace, a miracle I can't replace. We laughed, we prayed, we made it through. Now here I stand and say I do. This day is more
just romance, it's heaven's gift. It's our big chance. God wrote this love on walls. He held our hands through every mile, and now we walk down this aisle. So take my hand and don't let go. With Christ there's more than we can know. Our journey starts with love so true, and faith that always carries through. God wrote this love, line by line. In every prayer his hand was mine. We're dancing now in joy and light. Our hearts as one, it feels so right. With every step, with every song, we'll praise the Lord who made us strong. Oh, we'll build our days with grace and peace, where laughter lives and fears all cease. Through changing seasons, highs and lows, God's love will bloom as our love grows. Oh, God wrote this love, line by line. In every prayer, his hand was mine. We're dancing now in joy and light. Our hearts is one, it feels so right. Oh, with every step, with every song,